Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇബ്രാഹീമിൽ നമ്മോട് പറയുന്ന ഒരു വചനം, വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ. പതിവായി സഞ്ചരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. അതോടൊപ്പം പകലിനെയും രാത്രിയെയും അവൻ വിധേയമാക്കി തന്നു. വ ആതാക്കും മിൻ കുല്ലി മാ സഅൽതുമൂഹ് എന്ന് വേണ്ട, നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വ ഇൻ തഉദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സൂഹ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന്. എന്നിട്ട് അല്ലാഹു ചേർത്ത് പറഞ്ഞ വാചകം, ഇന്നൽ ഇൻസാന ലദലൂമുൻ കഫാർ. മനുഷ്യൻ തീർച്ചയായും അക്രമിയാണ്, നന്ദി കെട്ടവനാണ്. അതാണ് മനുഷ്യന്റെ സ്വഭാവമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സത്യത്തിൽ ഓരോ പുതിയ പ്രഭാതവും നമ്മളോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. രാവിലെ പുലർച്ചയിൽ കണ്ണുകൾ തുറന്ന്
പുതിയ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനേകായിരം മനുഷ്യർക്ക് അല്ലാഹു നൽകാത്ത അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടാണ് നാം കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഒരു ദിവസത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇതൊന്നും നമ്മുടെ കൈകളിലുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി നമുക്ക് നൽകുന്നത് മാത്രമാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലെ ഏതേത് കാര്യങ്ങൾ പരിശോധിച്ചാലും നമുക്കത് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഒരു ദിവസം, ഓരോ സമയങ്ങൾ, അത് നമുക്ക് നഷ്ടമാണോ അതല്ല അതിനെയെല്ലാം ലാഭമാക്കി എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ വിലയിരുത്തേണ്ടതാണ്. എന്താണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത? അവൻ കണക്ക് കൂട്ടുന്നവനാണ്. അവൻ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൂട്ടുന്നവനാണ്. ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരങ്ങളിൽ അന്നത്തെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ കച്ചവടം മുന്നോട്ട് പോയാൽ ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി പുതിയ ചിന്തകൾ, പുതിയ കാഴ്ചപ്പാടുകൾ അവൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ വിത്തിറക്കി വിളവെടുപ്പ് വരെ അതിന്റെ പിന്നാലെ കൂടുന്നു. ഒരു വർഷം വിളവ് കുറഞ്ഞാൽ അവൻ അത് കൂടുതലാക്കി എടുക്കുവാനുള്ള ചിന്തകളും പരിശ്രമങ്ങളും അവനിൽ നിന്നുണ്ടാകുന്നു. ഇങ്ങനെ ഏത് കാര്യത്തിലും, നമ്മുടെ ഭൗതികമായ ഏതൊരു കാര്യത്തിലും നാം ശ്രദ്ധാലുക്കളാണ്. നാം ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. കൂടുതൽ നല്ല രൂപത്തിലാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കേണ്ടതും. എന്നാൽ അതേ സമയത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിർവഹിക്കേണ്ടുന്ന എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ കടപ്പാടുകൾ, എൻ്റെ ദൗത്യങ്ങൾ, അത് നിർവഹിക്കുന്നിടത്ത് ഞാൻ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, കുറവുകളുണ്ടോ, എനിക്കത് ആത്യന്തികമായി നഷ്ടമാണോ നൽകുക എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. പരലോകത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു കണക്കെടുപ്പ്, മരണാനന്തര ജീവിതത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ, കൂട്ടിക്കിഴിക്കലുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഏറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു സമയമാണ്. ഒരു വർഷം, നമ്മുടെ ഇംഗ്ലീഷ് മാസക്കണക്കനുസരിച്ച് ഒരു വർഷം കൂടെ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ജനുവരിയിൽ നിന്ന് ആരംഭിച്ച് ഡിസംബറിൽ അത് പൂർത്തിയാകുമ്പോൾ എനിക്കെന്നെ വിലയിരുത്താൻ കഴിയണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ വിലയിരുത്താൻ കഴിയണം. നമ്മൾ ഭൗതിക ജീവിതത്തിന് നൽകുന്ന ആ പ്രാധാന്യത്തിന്റെ അത്ര തന്നെ അതിനുശേഷം വരാനിരിക്കുന്ന ഒരു പരലോക ജീവിതത്തിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ, തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്നത് ഏറെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഉത്തമരെന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മളോട്. ഇമാം തിർമിദി റഹ്മഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ത്വാല ഉംറുഹു വഹസുന അമലു, ആർക്കാണോ ദീർഘകാലം ജീവിക്കാൻ അവസരമുണ്ടായത്, ആയുസ്സിന് ധൈര്യം കിട്ടിയത് ആർക്കാണോ, അതിനനുസരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്തവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം, ആ ഉത്തമന്മാരിലാണോ നമ്മളിപ്പോഴുള്ളത്? എന്റെ ഇന്നലകൾ, എന്റെ കഴിഞ്ഞ ആഴ്ചകൾ, എന്റെ കഴിഞ്ഞ മാസങ്ങൾ, അങ്ങനെ ഒന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് വിലയിരുത്തുമ്പോൾ നന്മയാണ്, ഒരുപാട് നന്മകളാണ് എന്ന് സമാധാനം പറയാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു പറഞ്ഞ ഒരു വചനമുണ്ട്, മൻ ത്വാല ഉംറുഹു വസാഅ അമലു, ആർക്കാണോ ദീർഘായുസ് കിട്ടിയത് അതിനനുസരിച്ച് അമലുകൾ ചെയ്യാത്തവൻ, ചീത്ത കാര്യങ്ങൾ ചെയ്തവനാണോ അവനാണ് ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായവൻ. നമ്മൾ നല്ലവരാണോ, നമ്മൾ മോശമായ ആളുകളാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് യാത്ര എന്ന് പറയാൻ കഴിയാത്തവരാണ് നമ്മൾ. ഒരു 60-ന്റെയും 70-ന്റെയും അല്ലെങ്കിൽ അതിനോടടുത്തൊക്കെ ഒരു കാലം, അതാണ് ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി എന്ന് നമ്മൾ ആലോചിക്കണം. എനിക്ക് അല്ലാഹു എത്ര കാലം തന്നു എന്ന് നമ്മളൊന്ന് കൂട്ടി നോക്കണം. എന്നിട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്ന്, അല്ലെ? എത്ര പേര് യാത്രയായി? ആരാണ് ആഗ്രഹിച്ചു മരിച്ചു പോയത്? ഒന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവൂ?
എങ്ങനെയെങ്കിലും അസുഖം അത്രമാത്രം ബാധിച്ചവനും ചിന്തിക്കുന്നത് എന്താണ്? അസുഖം ഒന്ന് മാറി കുറച്ചു കാലം കൂടെ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ജീവിച്ച പലരും, അങ്ങനെ ആലോചിച്ച പലരും, അങ്ങനെ ചിന്തിച്ച പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. അവരുടെ അമലുകൾ മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. എവിടെ വെച്ച് മരിക്കുമെന്നറിയാത്തവർ, നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയാത്തവർ, അതാണ് മനുഷ്യന്റെ അവസ്ഥ. എപ്പോഴാണ് എവിടെ വെച്ചാന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇന്ന് ഇവിടെ നിന്നിറങ്ങി സ്വന്തം വീട്ടിൽ ചെന്ന് തന്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പു പറയാൻ ആർക്കുണ്ട് പ്രിയപ്പെട്ടവരെ ധൈര്യം? ആർക്കുണ്ട് ധൈര്യം? അത്രയുള്ളൂ നമ്മുടെ ഈ ആയുസിന്റെ ഗ്യാരണ്ടി എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന വചനം, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്ഹ വൽ ഫറാ. 2 അനുഗ്രഹങ്ങൾ മനുഷ്യർ അങ്ങേയറ്റം അശ്രദ്ധരാണ്. ഒന്ന് ആരോഗ്യമാണ്, ഒന്ന് ഒഴിവു സമയമാണ്. ആരോഗ്യത്തെക്കുറിച്ച് മനുഷ്യ നീ അശ്രദ്ധനാണ്, ആരോഗ്യത്തെ പോലെ തന്നെ ഒഴിവു സമയത്തെക്കുറിച്ചും നീ അശ്രദ്ധനാണ്. ഇതൊക്കെ പടച്ചവന്റെ അടുത്ത് കണക്ക് പറയേണ്ട കാര്യങ്ങളല്ലേ? അങ്ങനെയുള്ള തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും അശ്രദ്ധമായി കഴിച്ചു കൂട്ടുന്നവരാണോ നമ്മൾ? കളികളിലും തമാശകളിലും മാത്രം അഭിരമിക്കുന്നവരാണോ നമ്മൾ? കളിയും തമാശയും വിനോദങ്ങളും വേണ്ടെന്നല്ല, പക്ഷേ നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവിടെ ഇട്ടേച്ച് അതിനേക്കാൾ വലിയ ആവേശവും താല്പര്യവും കളികൾക്കും തമാശകൾക്കും മാത്രം നൽകുമ്പോൾ എവിടെയാണ് നാം ചിന്തിക്കുന്ന ആ ഒരു ലോകത്തേക്കുള്ള ഒരുക്കം? അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിൽ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, ലാ തസൂലു ഖദമ അബ്ദി യൗം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലനക്കാൻ കഴിയില്ല എന്നാണ്. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വെച്ച കാലൊന്നും അനക്കാൻ കഴിയില്ല എന്നാണ്. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്ന. ആയുസ് എന്തിൽ നീ ചെലവഴിച്ചടോ എന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളും ചിന്തിക്കുക. ഇന്ന് മരണപ്പെട്ടാൽ നാളെ പരലോകത്തെഴുന്നേറ്റ് വരുന്ന വേളയിൽ എന്തിലാണ് നീ നിന്റെ ആയുസ് ചെലവഴിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ മാത്രം നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗൗരവത്തിലൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ഓരോരുത്തരും. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ? എന്തെല്ലാം ആഘോഷങ്ങൾ, എന്തെല്ലാം വൃത്തികേടുകൾ! അവിടങ്ങളിലാണോ നമ്മളുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്? നമ്മുടെ ആയുസ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതല്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലാണോ എന്നത് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ ഉംരിഹി ഫീമ അഫ്ന വഅൻ ഇൽമിഹി ഫീമ ഫഅൽ. നീ അറിഞ്ഞതിനും പഠിച്ചതിനും അനുസരിച്ച് നീ എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന ചോദ്യമുണ്ട്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ. എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? എന്തിലാണ് നീ അത് ചെലവഴിച്ചത്? ഒരു രൂപ, സഹോദരങ്ങളെ, ഒരു രൂപ ഹറാമായത് നമ്മുടെ എങ്ങാനും ജീവിതത്തിൽ കടന്നു വന്നാൽ അതുകൊണ്ട് നഷ്ടം വരുന്നത് ഈ ജീവിതം കൊണ്ട് നേടേണ്ട സ്വർഗമാണ്. അതിന് പകരം കിട്ട നരകാണെന്നാണ്. എവിടെ നിന്നാണ് നീ ഇത് സമ്പാദിച്ചത്, നേടിയത്? ഹലാലല്ലാത്ത ഒന്നുപോലും തന്റെ വീട്ടിലേക്ക്, തന്റെ സമ്പാദ്യത്തിലേക്ക്, തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരൂല എന്നൊരു ഉറപ്പ് നമുക്ക് വേണം. മാത്രല്ല, വഫീമ അംഫക, നീ എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു എന്നാണ്. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. നാം ചെലവഴിക്കുന്ന നമ്മുടെ സമ്പത്ത് അത് എന്റെ പൈസല്ലേ, ഞാൻ തോന്നിയ പോലെ ചെയ്യുന്നല്ല. അത് പടച്ച തമ്പുരാൻ നിനക്ക് പരീക്ഷണമായി തന്നതാണ് നിന്റെ 10 രൂപ. അതെന്തിനാണ് നീ ചെലവഴിച്ചത്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനത്തിനാണോ? അതല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ള തൃപ്തിയുള്ള കാര്യത്തിന് തന്നെയാണോ? കണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. വഅൻ ജിസ്മിഹി ഫീമ അബ്ലാ. നിന്റെ ശരീരത്തെക്കുറിച്ചും എന്റെ ആരോഗ്യത്തെക്കുറിച്ചും ചോദ്യമുണ്ട്. അതെന്തിലാണ് നീ നഷ്ടപ്പെടുത്തിയത് എന്നാണ്. നല്ലോണം ആലോചിക്കേണ്ട സമയമാണ്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ അത് ഇസ്ലാമികമാണോ എന്ന്. മാത്രല്ല, ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? സ്വന്തം മാതാപിതാക്കൾ നമ്മെ ഇഷ്ടമാണെന്ന്
മനസ്സു തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് മാതാപിതാക്കളോട് ചേർന്നു നിൽക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? ആ ബാധ്യതകളും കടപ്പാടുകളും ഈ ജീവിതം മുഴുവൻ നിർവഹിച്ചു കൊടുത്താലും തീരില്ലെന്നറിയുന്നവരാണ് നമ്മൾ. ആ മാതാപിതാക്കളോടൊത്ത് ചേർന്ന് നിൽക്കാൻ കഴിയാറുണ്ടോ നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നശിച്ചു പോകട്ടെ എന്ന്. ആരാണ് നബിയെ? ആരെപ്പറ്റിയാണ് നബിയെ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ ഫലം യദ്ഖുലിൽ ജന്ന. പ്രായമായ മാതാവോ പിതാവോ അവർ രണ്ടുപേരിൽ ഒരാളോടൊപ്പം ഉണ്ടായിട്ട് അവരെ കൊണ്ട് സ്വർഗം കിട്ടാത്തവൻ നശിച്ചു പോകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ആ ബന്ധങ്ങൾ എന്താണ് എന്നൊക്കെ എന്താണ് പുതിയ കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ ലിബറലിസത്തിന്റെ വക്താക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയൊന്നും ചെലവഴിക്കേണ്ടതില്ല, അതൊക്കെ വേസ്റ്റ് ആണെന്നാണ്. അവരവരുടെ ജീവിതത്തിന് വേണ്ടതൊക്കെ അവർ സമ്പാദിച്ചുണ്ടാക്കേണ്ടിയിരുന്നു, അത് അവർ ചെയ്യാത്തതിന് നമ്മുടെ കുറ്റമല്ല എന്നാണ്. അത് നമ്മുടെ കുറ്റമല്ല എന്ന്. അത് വലിയ പുരോഗമന ചിന്തയായി അവതരിപ്പിക്കപ്പെടുന്ന നാട്ടിൽ, സമൂഹത്തിൽ ആ ഉമ്മയെയും ഉപ്പയെയും നെഞ്ചോട് ചേർത്തുപിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകാൻ കഴിയുന്ന, അവരാഗ്രഹിക്കുന്ന സമയത്തരികത്തുണ്ടാകാൻ കഴിയുന്ന, അവരുടെ രോഗാവസ്ഥകളിൽ അവരോട് ചേർന്നിരുന്ന് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കില്ല എങ്കിൽ നമ്മളും ഇതേ ആശയത്തിന്റെ പിടിയിൽ അമർന്നു പോകുന്നോ എന്ന് നമ്മൾ ഭയപ്പെടണം. ഒരു സംശയവും വേണ്ട. അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാം. അവരന്ന് അവരുടെ പലതും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ് അവരിന്ന് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. ബാപ്പാനിമാനി നോക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കില്ല എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ബാപ്പക്കും ഉമ്മക്കും ഉണ്ടെന്നുള്ളതുകൊണ്ട് അവർ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സമ്പാദ്യം, അവരുടെ ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ച് ജീവിതത്തിൽ ദുരിതക്കടങ്ങൾ ഏറെ അനുഭവിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അത് തിരിച്ചു കൊടുക്കണ്ടാന്നോ? അത്തരം സംസ്കാരമല്ല. നമ്മൾ ആലോചിക്കുക, പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ മക്കളോടുള്ള ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിച്ചോ എന്ന് പരിശോധിക്കണം. ഒരു കുട്ടിയുടെ സമയമാകുമ്പോ സ്കൂളിൽ ചേർത്തണം എന്നറിയാത്ത ഒരു രക്ഷിതാക്കളും ഇല്ലല്ലോ. എന്നാൽ അതേ ഗൗരവത്തിൽ ആ കുട്ടിക്ക് ധാർമ്മിക പഠനം കിട്ടണം. അത് കൊടുക്കേണ്ടത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്താണ്. അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു പീരീഡ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. ഓരോ രക്ഷിതാവും, ഓരോ ഉപ്പയും ഉമ്മയും ഈ വിഷയത്തിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ നേരിടേണ്ടവരാണ്. എന്തേ മക്കളെ കാര്യത്തിൽ ദുനിയാവിന് കൊടുത്ത പോലെ എന്തേ ആ കുട്ടികളുടെ ജീവിതത്തിൽ കൊടുക്കാതിരുന്നത് എന്ന് അവിടുന്ന് പടച്ചോൻ ചോദിക്കണ്ട. ഈ മക്കൾ തന്നെ നമുക്കെതിരാകുന്നതാണ്. ആ കുട്ടികൾക്ക് ദീൻ കൊടുക്കണം. ഭൗതികമായി എത്രയും പഠിപ്പിച്ചോളൂ. എവിടെ എത്തിക്കാൻ പറ്റുമോ അവിടെ എത്തിക്കണം. അതേ സമയത്ത് ആ മക്കൾക്ക് നാളെ നരകം കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധി, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. പുതിയ കാലം എന്ന് പറഞ്ഞാൽ അത്രമേൽ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുട്ടികളെ സ്കൂൾക്ക് വിടാതിരിക്കാൻ കഴിയില്ല. സ്കൂളിലേക്ക് വിടേണ്ടി വരും, പുറത്തേക്ക് വേണ്ടി വരും. ഇതിനിടയിൽ ആ കുട്ടി എങ്ങനെ ജീവിക്കും? അള്ളാഹുവിനെ പേടിണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജീവിക്കാൻ കഴിയും, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഈ വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഒക്കെ നടക്കുമ്പോഴും വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന എത്ര മക്കളെ നമുക്ക് ക്യാമ്പസുകളിൽ കാണാം, പൊതു ഇടങ്ങളിൽ കാണാം. അത് സംഭവിക്കും. ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം, പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവരെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയം ആ വിഷയത്തിൽ പരിഹാരങ്ങൾ നാം കാണാതെ പോയാൽ അത് ഏറ്റവും വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കി ചേർക്കും എന്നുള്ളത് മറക്കാതിരിക്കുക. എല്ലാ ബന്ധങ്ങളും നമ്മൾ ചേർക്കുക. കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇതൊന്നും ഒരു തമാശയായി കാണേണ്ട കാര്യമൊന്നല്ല, ഇതൊക്കെ സീരിയസ് ആയി കാണേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്. ദുനിയാവിൽ നിന്നു തന്നെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള 2 കാര്യം എന്ന് പറഞ്ഞിട്ട് ഒന്ന് എണ്ണിയത് അക്രമമാണ്, അതോട് ചേർത്തെണ്ണിയത് വഖതീഅത്തുർ റഹിം, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വേറൊരു സംസ്കാരമുണ്ട്. ഞാൻ ആവലേറ്റ് തെറ്റില്ല, ഞങ്ങൾ 25 കൊല്ലായി തെറ്റില്ലാന്ന് അത് വലിയൊരു അഭിമാനമായി പറയുന്ന ആളുകളുണ്ട്.
അഭിമാനമല്ലേ അത്? ഈ ദുനിയാവിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാരണമാകുന്ന തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരോടെങ്കിലൊക്കെ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ, ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിളക്കി ചേർക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയേക്കാനൊന്നുമില്ല. ഒന്ന് ഫോൺ എടുത്തൊരു കോൾ ചെയ്താൽ, അവർ സലാം പറഞ്ഞ് ഒന്ന് തുടങ്ങിയാൽ അതുകൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തീർക്കണം. ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തീർക്കണം. അങ്ങനെ ഒരു സമാധാനത്തോടു കൂടെ ഇവിടെ നിന്ന് യാത്രയാകാൻ കഴിയണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ജനാസ നിസ്കരിക്കാൻ നേരത്ത് അയാളുടെ പരലോകം ആഗ്രഹിച്ച് ആർക്കെങ്കിലും വാക്കാലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് പറയുന്നതിന് മുമ്പ്, ആയുസ് ബാക്കിയുള്ളപ്പോൾ, ജീവനുള്ളപ്പോൾ, പച്ചയായ ഹൃദയം നിൽക്കുന്ന വേളയിൽ ഒന്ന് പരസ്പരം കണ്ടൊന്ന് പുഞ്ചിരിച്ചൊന്ന് സലാം പറഞ്ഞ് ഒന്ന് കൈകൊടുത്ത്, ഇല്ല നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല, സന്തോഷത്തോടെ പോകണമെന്നൊരു വാചകം പറയാൻ കഴിയില്ലെങ്കിൽ, ചിലത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിനെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ സമാധാനത്തോടുകൂടെ ഇവിടുന്ന് യാത്രയാകാൻ കഴിയുള്ളൂ. സമാധാനത്തോടുകൂടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു വചനം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ വിശ്വാസികളെ. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ. ഞാൻ എന്റെ കാര്യം ആലോചിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യം ആലോചിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത്? ചെയ്തു വെച്ചതുപോലും പലതും നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ നിർവഹിക്കുന്നത്? ഗൗരവത്തിൽ ആലോചിക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു എല്ലാത്തിനെ കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് എന്നാണ്. അതുകൊണ്ട് ഇത്തരം രംഗങ്ങളിൽ പരിഹാരങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുക. തിരുത്തിയ ഒരു പുതിയ കാലത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസ വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തെ വിചാരണക്ക് വിധേയമാക്കി സ്വയം ശുദ്ധീകരണത്തിന് തയ്യാറാവുക എന്നതാണ് ജീവിത വിജയം നേടാൻ അടിസ്ഥാനപരമായി വേണ്ടത് എന്ന് നമുക്കറിയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു പോവാണ്. അതിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ സ്വർഗലോകത്തെത്താൻ നമുക്ക് കഴിയുന്നതാണ്. ഒന്ന്, നമ്മുടെ ഫർള് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? അൽഅഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാഹ് ഫമൻ തറകഹ ഫഖദ് കഫറ. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അത് നിസ്കാരം. നമുക്ക് നിസ്കാരം ഉണ്ട്, ഓൽക്ക് നിസ്കാരമില്ല എന്നുള്ളതാണ്. അതാരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ കുഫറിലാണ്, അവൻ നിഷേധത്തിന്റെ വഴിയിലാണ് എന്നാണ്. അപ്പോ എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അതങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന്. വീടകങ്ങളിലുള്ള നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും പള്ളിയിലെത്താൻ കഴിയുന്നവർക്ക് പള്ളിയിലെത്തി നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം അവർക്കും കിട്ടും. അതല്ല, അവർ വീട്ടിൽ നിന്ന് സമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫറൂന ബിബഅദ്. ഇസ്ലാമിലെ ചില കാര്യമൊക്കെ അത് കുഴപ്പമില്ല, അത് ഞാൻ സ്വീകരിക്കാം. എന്നാൽ ചിലത് അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല, ഇങ്ങനെ എടുക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖിസ്യും ഫിദ് ദുനിയ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ തന്നെ അപമാനം ഉണ്ടാവും. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യുറദ്ദൂന ഇല അശദ്ദിൽ അദാബ്, അങ്ങേയറ്റം കഠിനമായ ശിക്ഷയാണ് അവർക്ക് വരാനുള്ളത് എന്നാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഫർദ് നമസ്കാരത്തിന്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ളതാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാല് അത് വയസ്സായവർക്ക് അല്ലെങ്കിൽ വേറെ തിരക്കൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെയല്ല.
സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് വേണ്ടതാണ്. നിസ്കരിക്കണം, സുന്നത്തുകൾ നിസ്കരിച്ച് ശീലിക്കണം. മക്കളെയൊക്കെ നമ്മളത് പതുക്കെ പതുക്കെ ശീലിപ്പിക്കണം. എന്തിനെന്ന് വെച്ചാൽ ഫർള് നിസ്കാരം കണക്ക് നോക്കുമ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരലോകത്തൊന്ന് പറയുന്നതാണ്. സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് അതാണ് ഫില്ല് ചെയ്യാൻ പറയുന്നതാണ്. ആ സുന്നത്തുണ്ടെങ്കിൽ അയാൾക്ക് ആ ഫർളിന്റെ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അതാണ് സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം. അത് അങ്ങനെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റവാത്തിബ് നമസ്കാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒന്നാണ് രാത്രി നമസ്കാരം. തഹജ്ജുദോ ഖിയാമുൽ ലൈലോ ഒക്കെയായി നിസ്കരിച്ച് ശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും, അതായത് ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നിസ്കാരം സ്വലാത്തുൽ ലൈൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കഴിയാത്ത കാര്യമൊന്നുമില്ല. ഇനി ഇഷാക്ക് ശേഷം ഉറങ്ങിപ്പോയാൽ പിന്നെ രാവിലെ സുബിയായിട്ട് എഴുന്നേൽക്കൊള്ളൂ എന്നുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് ഒരു 3 റക്അത്തോ ഒരു 5 റക്അത്തോ ഒക്കെ നമ്മൾ നമസ്കരിക്കുക. സുബ്ഹ് ഇപ്പൊ ഒരു 5 മണി സമയത്തൊക്കെ ആണെങ്കിൽ ഒന്ന് വിചാരിച്ചാൽ ഒരു 4:30 എഴുന്നേൽക്കാൻ കഴിയും, 4:45 എഴുന്നേൽക്കാൻ കഴിയും. ഒരു ടൂറോ ഒരു പരീക്ഷയ്ക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ നീക്കലുണ്ട്, നമുക്ക് എഴുന്നേൽക്കാൻ കഴിയലുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ചുണർത്താൻ നമ്മൾ ആൾക്കാരെ ഏൽപ്പിക്കലുണ്ട്. അതേപോലെ ഒന്ന് വിചാരിച്ചാൽ ഒക്കെ കഴിയും. ഒരു 3 റക്അത്തോ ഒക്കെ നിസ്കരിച്ച് ആ സുബ്ഹ് വരെ അള്ളാഹുവിനോട് പടച്ചോൻ ഒന്നാം ആകാശത്ത് വന്ന് ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഞാൻ തരാം, തെറ്റ് പറ്റീണോ എന്നോട് പറഞ്ഞോ, ഞാൻ പുറത്തു തരാം എന്ന് പറഞ്ഞ് റബ്ബ് കാത്തിരിക്കുന്ന ഒരു നേരത്ത് കൈകളും പ്രാർത്ഥനകളും ആകാശത്തേക്ക് ഉയരണം. അതിനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരുപാട് ഗുണങ്ങൾ ആ നമസ്കാരത്തിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷയാണ് പ്രിയപ്പെട്ടവരെ, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അദ്കാറു സ്വബാഹ് ചൊല്ലുക. രാവിലെ ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളുണ്ട്, വൈകുന്നേരം അസർ കഴിഞ്ഞ് ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളുണ്ട്. അതിനോളം വലിയ സുരക്ഷ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ചെയ്തോളൂ, പടച്ചോൻ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്, ഒരു സംശയവും വേണ്ട. പൈശാചികമായ അല്ലെങ്കിൽ ഭൗതികമായ പോലും പ്രതിസന്ധികളിൽ നിന്ന് പടച്ചോൻ സഹായിക്കുന്നതാണ്. അതിനൊരു 15-20 മിനിറ്റ് സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിലൊന്ന് ഇരുന്നാൽ മതി. ഇനി ആ ഇരുത്തം സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്ന് ഒരു 20 മിനിറ്റും കൂടിയൊക്കെ അവിടെ ഇരിക്കാൻ പറ്റിയാൽ, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് 2 റക്അത്ത് ളുഹ നിസ്കരിച്ചിറങ്ങിയാൽ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി തരാന്നാ പറഞ്ഞു. ഒരു ഹജ്ജിന്റെ ഉംറന്റെ ഒക്കെ കൂലി എത്രയാണ്? അത് കിട്ടാൻ സുബ്ഹൊക്കെ കഴിഞ്ഞ് സൂര്യോദയം വരെ ഒന്ന് ഇരുന്ന് ദിക്റുകളൊക്കെ ചൊല്ലി ളുഹന്റെ 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങിയാൽ അതിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക. കൊറോണയ്ക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഒരു കുറവ് വന്നൊരു സംഗതിയാണിത്, രോഗികളെ സന്ദർശിക്കുക. അതിൽ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചു പോവുക. 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന മാത്രം സ്വീകരിക്കുന്നവരാണ് മലക്കുകൾ, അവരങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ അതൊക്കെ ഗൗരവത്തിലെടുക്കുക. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു നോമ്പിന്റെ പ്രതിഫലം നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം നമ്മളെ രക്ഷപ്പെടുത്തുന്നുള്ളതാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചെന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് പുതിയ കാലത്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒക്കെ ആഘോഷിക്കണം, ചാടാനും തുള്ളാനും ഒക്കെ എന്തെങ്കിലും അവസരം ഉണ്ടോ നോക്കണം. അതിനിപ്പോ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും വേണമെന്നില്ല, എന്ത് കിട്ടിയാലും അത് ആഘോഷിക്കുക എന്ന് പറയുന്നൊരു തലമുറയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, ജീവിതത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തതിന്റെ പ്രശ്നമാണ്. അത്തരം ചാടിയും തുള്ളിയും മദ്യപിച്ച് ലക്ക് കെട്ടുമൊക്കെ കിടക്കുന്നതിനിടയിൽ മരിക്കേണ്ടി വന്നാൽ നാളെ എഴുന്നേറ്റ് വരേണ്ട ഒരു രൂപം അതാണ്. അങ്ങനെയാണ് എഴുന്നേറ്റ് വരേണ്ടത് നാളെ പരലോകത്ത്. എത്ര വലിയ അപമാനമാണത്. അതുകൊണ്ട് തിന്മയാണെന്നറിയുന്ന, പാടില്ലെന്നറിയുന്ന, നാം ഇടപെടരുത് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിൽ നമ്മളാരും ഇറങ്ങിച്ചെല്ലാതിരിക്കുക. നന്മകളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ സ്വയം ഒരു വിചാരണ നടത്തിക്കൊള്ളിട്ടു എന്നാണ്. യഥാർത്ഥ വിചാരണക്ക് മുമ്പ് സ്വയം ഒരു വിചാരണക്ക് നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രബോധന രംഗത്ത്, ദഅ്വാ രംഗത്ത് വലിയ സേവനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ ഹാരിസ് മൗലവി എന്ന് എന്നേക്കാളേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും
അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, അദ്ദേഹത്തിന് സമ്പൂർണമായ ശിഫ പ്രദാനം ചെയ്യണം തമ്പുരാനെ. അള്ളാഹുവെ, വീണ്ടും പ്രബോധന രംഗത്ത് സജീവമാകുവാനുള്ള തൗഫീഖ്, ആരോഗ്യം അത് അള്ളാഹുവെ അദ്ദേഹത്തിന് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, വേദനകൾക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള പാപങ്ങൾ പുറത്തു കൊടുത്തും ധാരാളം പ്രതിഫലം നൽകിയും അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമും ഗഫൂറും ഗഫാറുമായ റബ്ബ് നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാഥ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, നിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസത്തിൽ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത്, ഇഷ്ടപ്പെട്ട ഈ ഒരു സമയത്ത് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും രോഗികളാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നാഥ, അവരുടെ രോഗങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ് റബ്ബേ. അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരം നീ ധാരാളം പ്രതിഫലം നൽകി അവരനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അള്ളാഹുവേ, അവരൊക്കെ അവരുടെ ഖബറുകളിലാണ്. നാഥ, ഖബർ വിശാലമാക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന മഅൽ അബ്റാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.